ഇപ്പോൾ ദാർശനിക കൃതികളുണ്ട്, ആത്മോപദേശകമുണ്ട്, ദർശനമാലയുണ്ട്. ഇതൊക്കെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതൊക്കെ പഠിക്കാൻ, അല്ലേ? എന്നാൽ അതേ കാര്യം തന്നെ ഈ ആത്മോപദേശകത്തിലും ദർശനമാലയിലും ഒക്കെ അവതരിപ്പിച്ച് വെച്ചിട്ടുള്ള, ബ്രഹ്മവിദ്യാ പഞ്ചകത്തിലും ഒക്കെ അവതരിപ്പിച്ച് വെച്ചിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെ തൃപ്പാദങ്ങളുടെ സ്തോത്രകൃതിയിലും കാണാൻ സാധിക്കും. എന്തിനാ? സാധാരണക്കാരിലേക്ക് ഇതിനെ ആകർഷിച്ച് സാധാരണക്കാരൻ കൂടി ആ തലത്തെക്കുറിച്ച്, ആ അനുഭൂതിയെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റൊന്ന്, ഈ പ്രാപഞ്ചികമായ വിഷയങ്ങളെക്കുറിച്ചെല്ലാമുള്ള വാസനകളും ചിന്തകളും ഒക്കെ അവന് അകന്നു പോകേണ്ടതുണ്ട്. അപ്പോൾ ഒരു സന്യാസി വര്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് പൂർണ്ണമായും വിലയം പ്രാപിക്കണം എന്നുണ്ടെങ്കിൽ അവൻ സമ്യക്കായി എല്ലാത്തിനെയും നസിക്കണം. അതിൽ ത്യജിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സ്ത്രീ പുരുഷ ആകർഷണം. ഇപ്പം ഗൃഹസ്ഥാശ്രമിക്കാണെങ്കിൽ പോലും ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് പൂർണ്ണമായി വിലയം പ്രാപിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. എന്നാൽ അവർക്ക് അവരുടെ കർമ്മങ്ങളെല്ലാം ചെയ്തു തീർന്നതിന് ശേഷം 60 വയസ്സിന് ശേഷം കർമ്മങ്ങളെല്ലാം, ഗൃഹസ്ഥാശ്രമി എന്ന നിലയിലുള്ള കർമ്മങ്ങളെല്ലാം തീർന്നുവെങ്കിൽ 60 വയസ്സിന് ശേഷം ഇഷ്ടമുള്ള സമയത്ത് സന്യസിക്കാം എന്ന് ശ്രീനാരായണ ധർമ്മത്തിൽ തൃപ്പാദങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആ സന്യസിക്കുന്ന സമയത്ത് പൂർണ്ണമായി എല്ലാറ്റിനെയും ത്യജിക്കണം. അതിൽ ത്യജിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഈ സ്ത്രീ പുരുഷ ആകർഷണം. അതുകൊണ്ട് തന്നെ വൈരാഗ്യം വേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ സ്ത്രീയോടുള്ള ആകർഷണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ സ്ത്രീയോടുള്ള വൈരാഗ്യം ത്യജിക്കണമെന്ന് നമ്മെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട്, ആരോടാ ഉദ്ബോധിപ്പിക്കുന്നത്? ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് അടുക്കുന്ന മഹാതാപസന്മാരോട് ഉദ്ബോധിപ്പിച്ചുകൊണ്ട് തൃപ്പാദങ്ങൾ നമുക്ക് തന്ന മറ്റൊരു വൈരാഗ്യസ്തുതിയാണ് വൈരാഗ്യദശകം. അതിന് മറ്റൊരു പേര് കൂടിയുണ്ട്, മനനാതീതം. കേട്ടിട്ടുണ്ടോ? കരിങ്കുഴലിമാരോടു കലർന്നുരുകിയ പൂങ്കുരുന്നടി പിരിഞ്ഞടിയനിങ്ങു കുഴയുന്നു പെരും കരുണയാരണിയും അയ്യനി പറന്നേത്തുരുമ്പനിനി എന്തിനുയിരോടു മരുവുന്നു. ഇവിടെ സ്ത്രീകളെ ഗുരു വിശേഷിപ്പിക്കുന്നത് കേട്ടാൽ നമുക്ക് ചെറിയൊരു ദേഷ്യം ഗുരുവിനോട് തോന്നിപ്പോകും. അടുത്തവരോടൊക്കെയുമെതിർത്തു പൊരുതീടും പടത്തലവിമാരോടു പടയ്ക്കടിയനാളോ. അടുത്തവരോടൊക്കെയും എതിർത്ത് പൊരുതീടും പടത്തലവിമാർ. നാക്കിട്ടടിക്കുന്നൊരു സ്വഭാവം ഇല്ലേ? അതേക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. സ്ത്രീകളുടെ പ്രധാനപ്പെട്ട ആയുധമാണ് അവരുടെ നാക്ക്, അല്ലേ? അപ്പം അതുകൊണ്ട് ആ നാവാണ് അവരുടെ പ്രധാനപ്പെട്ട ആയുധം. അതിന് 1000 വാളുകളെക്കാൾ മൂർച്ചയുണ്ട്. അതുകൊണ്ടാണ് സ്ത്രീകൾ ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. ഈശ്വരൻ പ്രകൃതിയാൽ സ്ത്രീകൾക്ക് കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ് എങ്കിൽ കൂടി അത് ചിലപ്പോഴെങ്കിലും സ്ത്രീകൾ ദുരുപയോഗം ചെയ്യാറുണ്ട്. ഈ കൃതി തൃപ്പാദങ്ങൾ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അയക്കരുത് അനങ്കരിപ്പുവേനി അയക്കരുടിനെ ചടുലലോചനയോടൊപ്പൊൻ ശയത്തളിരിലേണ്ടിയടിയോടവനിയിന്മേൽ മയക്കവുമറുത്തു മണിമേനിയിലടച്ചീടയക്കരുതയക്കരുതനങ്കരിപ്പുവേനേ. ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ ഈ ചടുലലോചനയുടെ കൂടെ ജീവിക്കാൻ എന്നെ അനുവദിക്കരുതേ ഭഗവാനെ. നീ എൻ്റെ അടുത്തേക്ക്, നിൻ്റെ അടുത്തേക്ക് എന്നെ ചേർത്തിരുത്തിക്കോണേ. ഇവളുടെ കൂടെ ജീവിക്കാൻ എന്നെ വിടരുത്. ചിലപ്പോൾ ചില ഭർത്താക്കന്മാർക്കൊക്കെ വേണമെങ്കിൽ, എല്ലാ ഭർത്താക്കന്മാർക്കല്ല, ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്ന ഗുരുവിൻ്റെ ഒരു സ്തോത്രകൃതിയാണ് ഗുരുവിൻ്റെ വൈരാഗ്യദശകം. ഇവിടെ ഈ സ്ത്രീ പുരുഷ ആകർഷണത്തെ ഒരു സന്യാസി അഥവാ പരബ്രഹ്മ അനുഭൂതിയിലേക്ക് നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്യാസി ഉപേക്ഷിക്കണം എന്ന് ഉദ്ബോധിപ്പിക്കുന്ന ഒരു കൃതിയായിട്ട് ഇതിനെ കണ്ടാൽ മതി. ഇതിനെ ഒരു ദാർശനിക സ്തോത്രമായിട്ട് നമുക്ക് വിശേഷിപ്പിക്കാം. അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളെയും മറ്റ് ഭൗതിക അനുഭവങ്ങളെയും ഒക്കെ ഉപേക്ഷിച്ചിട്ട് ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങൾ എന്ന മഹാസന്യാസി, മഹാതാപസൻ ഭഗവാനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ രചിച്ചു തന്ന 100 ശ്ലോകങ്ങൾ കൊണ്ട് തൃപ്പാദങ്ങൾ നമുക്ക് രചിച്ചു തന്ന ഒരു കൃതിയാണ് ശിവശതകം. ഗുരുവിൻ്റെ ശിവസ്തോത്രമാണ്.
ഇതിന് ധാരാളം പ്രത്യേകതകളുണ്ട്. ഇത് മൃഗേന്ദ്രമുഖ എന്ന വൃത്തത്തിലാണ് ഗുരു നമുക്ക് എഴുതി തന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, ഇതിനുള്ളിൽ വന്ദന ശ്ലോകങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വന്ദന ശ്ലോകങ്ങൾ കൊണ്ട് വന്ദിച്ചിട്ട് ഗണപതിയെയും സരസ്വതിയെയും സുബ്രഹ്മണ്യനെയും ദക്ഷിണാമൂർത്തിയായ ഗുരുവിനെയും നമസ്കരിച്ചതിന് ശേഷം ശിവൻ്റെ കേശാദിപാത വർണ്ണന നടത്തിയിട്ടാണ് ഈ ആത്മസാക്ഷാത്കാരത്തിലേക്ക്, ഈ സംസാര ബന്ധം അറുത്ത് എന്നെ എത്തിക്കണമേ എന്ന് ഭഗവാൻ അർത്ഥിച്ചിരിക്കുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ടും പ്രാർത്ഥനാരൂപത്തിലുള്ള ഒരു സ്തോത്രം കൂടിയാണ് ശിവശതകം. അഴകൊടു ഭാരതയുദ്ധമദ്രിന്മേൽ മുഴുചെവിയൻ മുറിക്കൊമ്പു കൊണ്ടു മുന്നം എഴുതി നിറച്ചെളിയോർക്കിണങ്ങി നിൽക്കും മുഴുമുതലാകിയ മൂർത്തി കാത്തുകൊള്ളുക. ആരെക്കുറിച്ചാ പറയുക? അഴകൊടു ഭാരത യുദ്ധമദ്രികിന്മേൽ മുഴുചെവിയൻ മുറികൊമ്പു കൊണ്ടു മുന്നം. ആരാണ്? ഗണപതി അല്ലേ? അപ്പം അടുത്ത ശ്ലോകം, അരുമറ നാലുമൊരിക്കലോടി മുന്നം കരിമുകിൽ വർണ്ണനു പങ്കു ചെയ്തു നൽകി പരമതു വള്ളുവർനാവിലും മൊഴിഞ്ഞ പരിമള ഭാരതി കാത്തുകൊള്ളുക നിത്യം. പരിമള ഭാരതി ആരാ? സാക്ഷാൽ സരസ്വതി ദേവി അല്ലേ? സരസ്വതിയെ വർണ്ണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ കരിമുകിൽ വർണ്ണൻ കൃഷ്ണനല്ല കേട്ടോ. കൃഷ്ണദ്വൈപായന മഹർഷിയാണ് ഈ വേദങ്ങളെ നമുക്ക് നാലായിട്ട് പകുത്ത് തന്നത്, വ്യസിച്ച് തന്നതെന്ന് നമുക്കറിയില്ലേ. വേദവ്യാസ മഹാമുനിയുടെ പേര് കൃഷ്ണദ്വൈപായനൻ എന്നാണ്. അപ്പം അതുകൊണ്ടാണ് കരിമുകിൽ വർണ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ദേവി ഭഗവാൻ അത് പറഞ്ഞു കൊടുത്തതാണ്. അതോടൊപ്പം തന്നെ തിരുവള്ളുവർക്ക് കൂടി പരമതു വള്ളുവർനാവിലും മൊഴിഞ്ഞ പരിമള ഭാരതി. കണ്ടോ, ആ തമിഴ് സിദ്ധന്മാരോട് ഗുരുവിന് പിന്നെയും ആ ഒരു ഇഷ്ടം രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടില്ലേ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? കനകമയിൽ മുകളേറി വേലുമേന്തി കനിവൊടു കണ്ണിണ കൺകണം നിറഞ്ഞു ജനിമരണ ചുടുകാടിലാടി വെണ്ണീർ അണിതിരുമേനി തുണയ്ക്കണം സദാമേ. കനകമയിൽ മുകളേറി വേലുമേന്തി ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? സുബ്രഹ്മണ്യനെ കുറിച്ച്. അപ്പോൾ ഈ അവധൂത കാലഘട്ടത്തിലാണ് തൃപ്പാദങ്ങൾ ഈ കൃതി രചിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ശേഷം എഴുതിയതാണെന്നും പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഈ ഒരു സ്തോത്ര രചനയുടെ രീതി അനുസരിച്ച് ഇത് അവധൂത കാലഘട്ടത്തിൽ തന്നെ എഴുതിയതാവാനാണ് സാധ്യത. അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞുവല്ലോ, ഈ സുബ്രഹ്മണ്യൻ ഗുരുവിൻ്റെ ഉപാസനാമൂർത്തി കൂടിയാണ്, കൂട്ടുകാരൻ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് സുബ്രഹ്മണ്യനെ പ്രത്യേകം അവിടെ സ്മരിച്ചിട്ടുള്ളത്. തന്നെയല്ല, ഗണപതിയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ സുബ്രഹ്മണ്യനെ സ്തുതിക്കാതിരിക്കുന്നത് മോശമല്ലേ? ഇനി പ്രാർത്ഥിച്ചിരിക്കുന്നത് ആരെയാ? സനക സനന്ദ സനത് കുമാരർ മുൻപാം മുനിജനമോടുപദേശമോദി മുന്നം കനിവൊടു തെക്കുമുഖം തിരിഞ്ഞു കല്ലാൽ തടലിലിരുന്നൊരു മൂർത്തി കാത്തുകൊള്ളുക. ആരാണ്? സനക സനന്ദ സനത് കുമാരന്മാർ. ആരാ ഇവര്? ബ്രഹ്മാവിൻ്റെ പുത്രന്മാരാണ്. അപ്പം മോക്ഷകാംക്ഷികളാണിവർ. അപ്പം ഇവർക്ക് ഉപദേശം കൊടുക്കുന്നത് ദക്ഷിണാമൂർത്തിയാണ്. അതായത് തെക്കോട്ട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ശിവൻ്റെ രൂപം. പ്രപഞ്ചത്തിൻ്റെ ആദിയിൽ ഒരു കല്ലാൽ തണലിൽ ഇരുന്നു കൊണ്ട് ഭഗവാൻ, യുവാവായ ഭഗവാൻ കേട്ടോ, അതായത് യുവാവായ ശിവൻ തന്നേക്കാൾ പ്രായമുള്ള സന്യാസി വര്യന്മാർക്ക്, ഈ സനക സനന്ദ സനത്കുമാരന്മാർ എന്ന് പറയുന്നത് അവർ മോക്ഷേച്ഛികളാണ്. അപ്പോൾ അവർക്ക് ഇദ്ദേഹത്തെക്കാൾ അഥവാ ദക്ഷിണാമൂർത്തിയേക്കാൾ പ്രായമുള്ളവരാണ്. ഭഗവാൻ ഒരു യുവാവാണ്. അപ്പോൾ യുവപുരുഷനായ ഭഗവാൻ അവർക്ക് ഉപദേശം ഓതിക്കൊടുക്കുന്ന രൂപത്തിലുള്ള ഗുരുഭാവത്തിലുള്ള ശിവൻ്റെ രൂപമാണ്, ശിവൻ്റെ ഭാവമാണ് ദക്ഷിണാമൂർത്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ശിവക്ഷേത്രങ്ങളിലൊക്കെ ചെന്നാൽ അറിയാം, തെക്കോട്ട് മുഖം തിരിഞ്ഞിരിക്കുന്ന രീതിയിലാണ് ദക്ഷിണാമൂർത്തിയെ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഏറ്റുമാനൂർ അമ്പലത്തിലൊക്കെ ചെന്നാൽ നമുക്കത് പ്രത്യേകമായിട്ട് എടുത്ത് കാണാനായിട്ട് സാധിക്കും. അവിടെ ഭഗവാനെ ദക്ഷിണാമൂർത്തിയായിട്ട് കൂടി പ്രതിഷ്ഠിച്ചിട്ട് ഉള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ദക്ഷിണാമൂർത്തി സ്തുതിയും കഴിഞ്ഞിട്ടാണ് പിന്നെ ശിവനെക്കുറിച്ചും ശിവൻ്റെ മനോഹരമായ കേശാദിപാദ വർണ്ണന, ചെറുപിറ ചെഞ്ചിടയിങ്കലാറുമേറും തിറമിയലും ഭണിമാലയും ത്രിപുണ്ട്രക്കുറികളും അമ്മദനൻ ദഹിച്ച കണ്ണും പുരികവും എന്നും എനിക്കു കാണണം തേ. ഭഗവാന്റെ മുടിയ, നെറ്റി, അതോടൊപ്പം പുരികം അല്ലേ, താഴേക്ക് വരുമ്പോൾ കണ്ണ്, ചുണ്ട്, മൂക്ക്, പല്ല് തുടങ്ങി
ഒരു ഭാഗം പോലും വിട്ടുപോകാതെ ഭഗവാന്റെ കേശാദിപാദ വർണ്ണന നടത്തി ഭഗവാനെ പ്രസാദിപ്പിച്ചതിന് ശേഷമാണ് ഭഗവാനോട് തൻ്റെ കാര്യങ്ങളൊക്കെ ഗുരു അർത്ഥിക്കുന്നത്. അപ്പം അങ്ങനെ അർത്ഥനാഭാവത്തിലുള്ളൊരു സ്തോത്രമായിട്ടാണ് തൃപാദങ്ങൾ ഈ ശിവശതകം നമുക്ക് രചിച്ച് തന്നിട്ടുള്ളത്.